സാന്ത്വനത്തിൻ്റെ ചെറിയൊരു പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയും മീനാക്ഷിയും പോയി എല്ലാം സെറ്റിൽ ചെയ്ത് അതിന് ശേഷമാണ് ഗോമതിയോട് പറയുന്നത്. ഗോമതിയോട് പറയാണ്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗോമതിയോട് പറയാൻ പോയപ്പോൾ അവിടെ ദേവിനെ കണ്ടതുകൊണ്ട് മാത്രമാണ് പറയാണ്ട് പോയത്. ഗോമതിയാണെങ്കിൽ ദേവിനെയും കൂട്ടി പൊക്കോളാന്ന് പറഞ്ഞെങ്കിലും കൂടി ദേവിനെ ഒഴിവാക്കിയാണ് അവർ പോയത്. ആ വിഷമം മനസ്സിൽ ദേവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടുണ്ടെന്നൊക്കെ ദേവി നമ്മുടെ ഗോമതിയോട് പരാതി പറഞ്ഞെങ്കിലും അതൊന്നും ദേവി നമ്മുടെ ഗോമതി കാര്യമാക്കിയില്ല, സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ട്യൂഷൻ്റെ കാര്യം സംസാരിക്കാൻ പോയത്. അതുകൊണ്ടാണ് ദേവിയെ ഒഴിവാക്കി എന്നുള്ള കാര്യം ദേവിക്ക് മനസ്സിലായി. അപ്പോൾ അതിനൊരു പണി ദേവി വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കണമെന്ന്. പക്ഷെ അത് സമയം കിട്ടുമ്പോൾ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പെട്ടെന്ന് എടുത്തടിച്ച പോലെ കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. ഗോമതിയാണെങ്കിൽ ബാലനോട് അനുവാദം ചോദിച്ച് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം എന്നൊക്കെ ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് രാത്രി ആ ഭക്ഷണത്തിൻ്റെ ഇടയിൽ നമ്മുടെ ധർമ്മൻ ഇഡ്ഡലി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞായിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ ആ വിഷയം അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റാണ്ട് പോയത്. മിത്രയും മീനാക്ഷിയും വീണ്ടും വിഷമത്തിലായി. രണ്ടുപേരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന നാളെ എന്തായാലും രാവിലെ അമ്മ പറഞ്ഞോളും എന്നൊക്കെ പറയുന്ന സമയത്ത് അതും കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീദേവി പിന്നെയും വരും. അപ്പോൾ ഇവർ അമ്മനെ കൊണ്ട് പറയിപ്പിക്കാൻ ബാലച്ചൻ്റെ അനുവാദം മേടിപ്പിക്കാനുള്ള തീരുമാനമാണ് എന്ന് നമ്മുടെ ശ്രീദേവിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ശരിയാക്കി തരാമെന്ന് തന്നെ പറയുന്നത്. അങ്ങനെ ആനന്ദിനോട് പറയുന്നുണ്ട് മിത്ര വീണ്ടും ട്യൂഷന് പോകാൻ പോണ്, അച്ഛനോട് പറഞ്ഞിട്ടില്ല, ബാലച്ചനോട് പറയാണ്ട് ബാലച്ചൻ്റെ അനുവാദം മേടിച്ചിട്ടില്ല, അതിന് വേണ്ടിയിട്ട് അവർ കാത്തുനിന്ന് പറഞ്ഞപ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, അത് അമ്മ അച്ഛനോട് പറഞ്ഞ് അനുവാദം മേടിച്ചോളും, മിത്രയ്ക്കും ഒരു വരുമാനം എന്തെങ്കിലും വേണ്ടേ, ആരും മാത്രം കിടന്ന് കഷ്ടപ്പെടല്ലേ, അതുകൊണ്ട് അവൾ പഠിച്ചോട്ടെ, ട്യൂഷൻ അവൾ പഠിച്ചതല്ലേ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണത്, അത് നല്ല കാര്യമെന്നൊക്കെ ആനന്ദ് പറയലും കൂടി അതൊന്നും ദേവിയുടെ തലയിൽ കയറില്ല. പിറ്റേ ദിവസം രാവിലെ ഗോമതിക്ക് അത് അവതരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു വീണ്ടും അവിടെ വന്നത്. അങ്ങനെ ദേവി അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ബാലച്ചനെ കാണും. ബാലച്ചൻ മോളോട് നല്ല സ്നേഹത്തോടെയൊക്കെ സംസാരിക്കും. കൂട്ടത്തിൽ ദേവി അത് പൊട്ടിക്കും. ഇത്ര വീണ്ടും ട്യൂഷൻ പഠിപ്പിക്കാൻ പോണ്, വീട്ടിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന മീനാക്ഷേച്ചിനെ കൂട്ട്, മീനാക്ഷേച്ചിയുടെ ഏതോ സുഹൃത്തിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അച്ഛാന്ന് പറയും. അത് കേട്ടോടുകൂടി ബാലനും ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നുണ്ട്. അപ്പോൾ ഗോമതിയും മീനാക്ഷിയും ഇത്രയും ഒറ്റ കെട്ടെന്നുള്ള കാര്യം ബാലന് മനസ്സിലാവും. അതിൽ ദേവി പുറത്തെന്നുള്ള കാര്യവും ബാലന് മനസ്സിലാവും. അങ്ങനെ ബാലനും ദേവി കൂടി ഒരൊറ്റ കെട്ടാവുന്നുണ്ട്. ബാലൻ ഇത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ബാലച്ച ചോദിക്കേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഞാനുള്ളപ്പോൾ ദേവിമോൾ ഒരാളും വഴക്ക് പറയില്ല എന്ന് പറഞ്ഞ് ബാലൻ നേരെ വരുന്നത് ദേവമംഗലത്തേക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ട് മിത്രനെയും മീനാക്ഷിനെയും ഗോമതിനെയും ഒക്കെ പിടിച്ച് നിർത്തി കഴിഞ്ഞിട്ട് ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബാലേട്ടനോട് സമ്മതം ചോദിച്ചിട്ട് അവർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ബാലേട്ടനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ ഒന്നും പറയണ്ട, നിനക്കിപ്പോൾ വല്ലാത്ത സാമർഥ്യമാണ്, അത് ആരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നത് ഈ വീട്ടിൽ നീ എന്ന് കയറി വന്നോ അന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഗോമതി എൻ്റെ മുഖത്ത് നോക്കിയൊരു വാക്കുപോലും പറയാത്തൊരു പെണ്ണായിരുന്നു. ഇപ്പം ഗോമതി എന്തിനും ഏതിനും തറുതല പറയുന്നത് നിന്നെ കണ്ടുപഠിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. അതെങ്ങനെ ഭർത്താവിനെ പേര് വിളിക്കുന്ന സംസ്കാരമല്ല നിനക്ക്, ജോലിയുള്ളതിൻ്റെ അഹങ്കാരമാണ്, പണമുള്ള അച്ഛൻ്റെ അമ്മരെയും മോളെന്നുള്ള അഹങ്കാരമാണ്, അതിനേക്കാളും വലിയ പണമുള്ള ദേവി മോൾക്ക് ഇല്ല ഇത്രയ്ക്കും അഹങ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മീനാക്ഷി ആകെ തകർന്നു പോകണ്. അതായത് മീനാക്ഷിക്ക് വല്ലാത്ത വിഷമായത് ഇങ്ങനൊരു വാക്ക് കേട്ടതോടുകൂടിന് നീ എന്ന് കയറി വന്നോ ഈ വീട്, അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്, അന്ന് തുടങ്ങിയ നശിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ദേവി എനിക്ക് ആകെ പേടിച്ച് വിറച്ച് നിൽക്കണം. കാരണം ദേവി പറഞ്ഞു കൊടുത്തിട്ടാണ് ബാലച്ചൻ ഇതൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലൻ പോകും അവിടുന്ന് അതൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് മീനാക്ഷിനെ സമാധാനിപ്പിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ടായി മിത്രയും ഗോമതിയും. അതിനുശേഷം ഗോമതി നമ്മുടെ ദേവിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. മീനും അല്ല ഈ വീടിൻ്റെ നാശം നീയാണ്, കണ്ടതും കേട്ടതൊക്കെ ബാലച്ചനെ അറിയിച്ച് കുടുംബം തകർക്കാൻ നോക്കണത് നീയാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ ഗോമതി.